എല്ലാവർക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ട്യൂസ്ഡേ ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ് അല്ല, കുറച്ചുകൂടെ സമയം വൈകി. എൻ്റെ നാമജപമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാത്രി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. കുറച്ച് ഭക്ഷണമൊക്കെ കറികളൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. കുറച്ച് ചോറും ഉണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ ഇത്തിരി ഇരിപ്പുള്ളത് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മസാല പുരട്ടി വയ്ക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള ഐഡിയ വന്നു. അതും കുക്കർ ബിരിയാണി പെട്ടെന്നാവുമല്ലോ. പെട്ടെന്നൊരു റീൽ കണ്ടപ്പോൾ തോന്നിയതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുക കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തട്ടിക്കൂട്ടി ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. കുക്കർ ബിരിയാണി പൊതുവേ ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. എനിക്ക് മറ്റേ ബിരിയാണി തന്നെ ഇഷ്ടം. അതായത് റൈസും ഇതും വേറെ വേറെ വേവിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന ഇതുണ്ടല്ലോ, ദമ്മിട്ടിട്ട്, അതാണ് കൂടുതൽ ഇഷ്ടം. നമുക്കിവിടെ എല്ലാവർക്കും കഴിക്കാനും എനിക്ക് അത് തന്നെ ഇഷ്ടം. അപ്പോൾ ഞങ്ങളൊരു ഡിഫറെൻ്റ് ആയിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് അങ്ങനെ പരീക്ഷിച്ചതാട്ടോ. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, ആദ്യമായിട്ടൊന്നല്ല ചെയ്യണേ. അപ്പോൾ ഞാൻ സാധാരണ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മൾ ഒരു അടികട്ടിയുള്ളൊരു പാത്രത്തിൽ, കുറച്ച് വലിയ പാത്രം, മിക്കവാറും കുക്കർ തന്നെ ആയിരിക്കും ഉപയോഗിക്കുക. എന്നിട്ട് അതിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും തക്കാളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം പൊടികൾ, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകപ്പൊടി, അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും, അതായത് പച്ചമണം മാറി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുക. അതിനുശേഷം ചിക്കൻ ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്, അതുകൊണ്ട് ഇപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. സവോള വഴറ്റിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഞാൻ മസാലപ്പൊടി ഉണ്ടല്ലോ, ഞാൻ വീട്ടിലുണ്ടാക്കിയ മസാലപ്പൊടിയാട്ടോ ഉപയോഗിക്കുക, ഗരം മസാല, അതുകൂടെ അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെ അത് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച്, കുക്കർ ശരിക്ക് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. ആദ്യമേ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് അരിയിട്ട് വേവിച്ചാലും ചിക്കൻ വേവും. പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് മസാല അതിലേക്ക് പിടിച്ചിരിക്കും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കി നോക്കുന്നുണ്ടായിരുന്നു, ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു 5 മിനിറ്റ് ഇടവിട്ടിട്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരിയൊക്കെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ്സിലാണ് എടുത്തത്. 1.5 ഗ്ലാസ് അരി, അപ്പോൾ അതിന് 3 ഗ്ലാസ് വെള്ളം ആണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ഇരട്ടി. വെള്ളം നന്നായിട്ട് ചൂടാക്കി തന്നെ ഒഴിക്കണം കേട്ടോ. തിളച്ച പരുവത്തിൽ തന്നെ ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ അരി അങ്ങനെ ഒരു മാതിരി ആയിപ്പോവും ആ വെള്ളത്തിൽ കിടന്നിട്ട്. അപ്പോൾ മല്ലിച്ചപ്പും കൂടി ഇട്ടു. പിന്നെ വളരെ കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കശുവണ്ടിയും കിസ്മിസൊന്നും ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരക്ക് പിടിച്ചുണ്ടാക്കിയതുകൊണ്ട് ഞാൻ പിന്നെ വറുക്കാൻ നിന്നില്ല, അതങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പിൻ്റെ അളവൊന്ന് നോക്കണം. ഉപ്പ് കുറച്ച് മുൻപായിട്ട് നിൽക്കണം. എന്നാൽ ആ ബിരിയാണി വെന്ത് വരുമ്പോൾ ഇറച്ചിയിലേക്കും അരിയിലേക്കും ഒക്കെ ബിരിയാണിയിലേക്ക് ശരിക്കങ്ങ് ഉപ്പ് പിടിച്ചിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പായിരിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു. സവോളയിൽ ഉപ്പിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന് മുന്നേ കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത് വളരെ ചെറിയ സ്പൂണാട്ടോ, ഏകദേശം ഒരു 1.5 ടീസ്പൂണേ ഉള്ളൂ, നെയ്യ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനിവിടെ ഹോം മെയ്ഡായിട്ടുള്ള നെയ്യ്, നമ്മൾ പാല് വാങ്ങിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിക്കുന്ന കേട്ടോ, നല്ല നെയ്യാണ് അവിടെ നിന്ന് കിട്ടുന്നത്. എന്നിട്ട് വെയിറ്റും കൂടി ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ കഴിഞ്ഞ് അതിൻ്റെ അത്യാവശ്യം എയർ ഒന്ന് പോയി കഴിയുമ്പോൾ പയ്യെ ഒന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് അത്യാവശ്യം വേവ് പാകമായിരുന്നു, കൊഴിഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുമില്ല. അപ്പോൾ ഈ ബസ്മതി റൈസ് നമ്മൾ ചൂടോടുകൂടെ അങ്ങ് ഭയങ്കരമായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞ് ആകെ ഒരു മാതിരി കുഴഞ്ഞ മാതിരിയായി പോകും. അതുകൊണ്ട് ഞാൻ ആ നെറ്റ് പോലെയുള്ള മൂടി വെച്ചിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ആ നല്ല ചൂടൊന്ന് മാറിക്കഴിഞ്ഞപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടണ മാതിരി ഒരു ലുക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മളെടുത്താലും
ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നും മാറാൻ പോകുന്നില്ല. എന്നാലും നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ സെർവ് ചെയ്ത് കഴിയുമ്പോൾ കാണാനും കഴിക്കാനും ഒക്കെ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പല പല പാളിച്ചകളും എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ കുക്കിങ്ങിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 8th 9th പഠിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തൊക്കെ നോക്കുമായിരുന്നു. ഇങ്ങനത്തെ മെയിനായിട്ടുള്ള ഡിഷസ് ഒന്നുമല്ല, എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി പഴംപൊരി, സമൂസ, കട്ട്ലറ്റ് അങ്ങനത്തെയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അപ്പം ഞാൻ അവധി ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുമായിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്തുമൊക്കെ ഇതേപോലെ നമുക്ക് ഹോളിഡേയ്സൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിമാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അമ്മ അങ്ങനെ ഒന്നിനും എന്നെ കമ്പലയില്ല ഇങ്ങനെ ചെയ്ത്, അങ്ങനെ അമ്മ അങ്ങ് വിട്ട് തന്നേക്കും. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. അതായത് ഒരു ആവറേജ് ബിരിയാണി, ഭയങ്കര സൂപ്പറായിരുന്നു ഞാൻ പറയുന്നില്ല. കുക്കറിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയല്ലേ. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം ഞാൻ അപ്പത്തിന് അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ നോക്കിയപ്പോൾ തേങ്ങ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചിരകി വെക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ ചിരകി വെച്ചത് ഇത്രയും ഇല്ല. എൻ്റെ ഒരു ഉണ്ടാക്കുന്ന ഒരു രീതി അനുസരിച്ചിട്ട് 1.5 കപ്പ് ഞാൻ അരിയിട്ടുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് തേങ്ങ ഇടാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വരാറുണ്ട്. അപ്പം കുറച്ച് തേങ്ങയുടെ കുറവുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കുറച്ച് തേങ്ങ അങ്ങ് ചിരകിയെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അരി ഇട്ടിരിക്കുന്നത് സാധാരണ പച്ചരിയും പിന്നെ ഇഡ്ഡലി റൈസും ഞാൻ മിക്സ് ചെയ്താട്ടോ ഇടാറ്. ഒരു ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് ഇതും ഇടും. അങ്ങനെ രണ്ടും പകുതിയായിട്ട് ഇടാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന രീതിയിലല്ല കേട്ടോ ഉണ്ടാക്കണേ. എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കണം ഇങ്ങനെ. അതായത് ഇതിനെ സാധാരണ അപ്പം വെള്ളയപ്പം തന്നെയാണ് ഞങ്ങൾ പറയാറ്. പക്ഷേ ടേസ്റ്റൊക്കെ ശരിക്കും വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ ദോശക്കല്ലിൽ ഒഴിച്ചുണ്ടാക്കുമ്പോൾ അതിനെ കല്ലപ്പം എന്ന് പറയും. അതല്ല, നമ്മൾ ഇങ്ങനെ പരത്തി അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അപ്പം, സാധാരണ അപ്പം എന്ന് പറയാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉള്ളിയും ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2-3 ഉലുവ അരി കുതിരാൻ വയ്ക്കുമ്പോൾ ഇട്ട് വയ്ക്കാം കേട്ടോ. അതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങയും കൂടി ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഞാൻ ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് ശരിയായൊന്നുമില്ല കേട്ടോ. അതായത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പാളിച്ചകളൊക്കെ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നും പേടിക്കുകയൊന്നും വേണ്ട. ആദ്യമായിട്ട് പാളിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാതൊന്നും ഇരിക്കരുത്. എന്താണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതൊന്ന് 1-2 വീഡിയോസൊക്കെ കിട്ടുമല്ലോ ഇപ്പോൾ യൂട്യൂബിൽ, അതൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ് നമുക്ക് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്താണ് പറ്റിയത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്ത് തുടങ്ങുന്ന കുട്ടികളും ഒക്കെ, ഇപ്പോൾ തന്നെയൊക്കെ താമസിക്കുന്ന കുട്ടികളുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് പോയിട്ടും അല്ലാതെ ജോലിക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നതും. അപ്പോൾ വീടിനെയൊക്കെ മിസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറും, ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും ചോറ്, അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തു. അപ്പോൾ ഞാനിതിലേക്ക് ഈസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഈസ്റ്റൊന്നും ചേർക്കണില്ല. ഈസ്റ്റിൻ്റെ തന്നെ മാവ് ഉണ്ടാക്കിയതിൻ്റെ പുളിച്ചത് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ എപ്പോഴും. അതായത് നമ്മൾ ഇപ്പോൾ അപ്പം ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് മാവ് ഞാൻ ഇതുപോലൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈസ്റ്റിന് പകരമായിട്ട് ആ മാവാണ് ഉപയോഗിക്കാറ് കേട്ടോ. നന്നായിട്ട് പൊങ്ങി വരാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈസ്റ്റ് നമ്മൾ കഴിക്കുന്നത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറയും. അപ്പോൾ ഈസ്റ്റ് കൊണ്ട് ഉണ്ടാക്കി പുളിച്ചിട്ടുള്ള മാവ് തന്നെയാണ്, എന്നാലും ഡയറക്റ്റ് ഈസ്റ്റ് ചേർക്കുന്നതിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ച് ബാലൻസ് വരും. അല്ലെങ്കിൽ ആദ്യമേ തന്നെ കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ മാറ്റി വെച്ചാൽ മതി, മറന്നു പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നാളത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന്, പൊങ്ങിയിട്ടുണ്ടോയെന്ന് അറിയാം. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട്
വാതിലും ജനലും ഒക്കെ ഒന്ന് തുറന്നിടും. അപ്പം നല്ലൊരു ശുദ്ധവായു ഒക്കെ ഒന്ന് കയറി ആ കാറ്റും വെളിച്ചമൊക്കെ അകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. പിന്നെ എനിക്ക് വേറൊരു ശീലമുണ്ട്. അപ്പോൾ വീഡിയോസ് എടുക്കുന്ന ദിവസങ്ങളിൽ ഞാൻ അത് ചെയ്യാറില്ല കേട്ടോ. കാരണം എനിക്ക് ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്നു കഴിയുമ്പോൾ ഞാൻ സുപ്രഭാതം, അത് ഗുരുവായൂർ സുപ്രഭാതമുണ്ട്, ഗുരുവായൂരപ്പൻ്റെ സുപ്രഭാതമുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും. ഗുരുവായൂരപ്പൻ സുപ്രഭാതം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ എപ്പോഴും വയ്ക്കാറുണ്ട് കേട്ടോ. അതും ഞാൻ എപ്പോഴും കേൾക്കുന്നത് ഗായിക പി ലീല പാടിയതും അതുപോലെ യേശുദാസ് പാടിയതുമാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഞാനത് എപ്പോഴും പ്ലേ ചെയ്യാറുണ്ട് കേട്ടോ. രണ്ടും ചിലപ്പോൾ പ്ലേ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം മാവ് ഞാൻ വെച്ച പാത്രം ചെറുതായിപ്പോയി. സാധാരണ ഞാൻ ഈ പാത്രത്തിലല്ല വെക്കാറ്, സ്റ്റീലിൻ്റെ കുറച്ചും കൂടെ വലിയ പാത്രമുണ്ട്. അപ്പോൾ ഞാൻ സാധാരണയിൽ ഒരു ഇച്ചിരി അളവ് കുറച്ചെടുത്തുകൊണ്ട് ഞാൻ ഇത് മതിയാകും എന്നങ്ങ് വിചാരിച്ചു പോയി. കുറേ മാവ് പോയി. എന്തായാലും ഒരുപാടൊന്നും പോയിട്ടില്ല, എന്നാലും ആ മാവ് പോയി കഴിയുമ്പോൾ ഒരു സങ്കടമാണ്. പിന്നെ ഞാൻ ആ സൈഡിൽ പോയതൊക്കെ കളയും കേട്ടോ. കാരണം രാത്രി പല്ലിയോ ജീവികളൊക്കെ വന്ന് ചിലപ്പം നക്കിയിട്ടൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാനത് കളയുവാണ്. ബാക്കി നമ്മുടെ മാവ് മാത്രമേ എടുക്കണുള്ളൂ. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്താ വെച്ചാൽ ആ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ഇളക്കിയിട്ട് അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. മധുരം പഞ്ചസാര ഞാൻ 2 ടേബിൾ സ്പൂണല്ല, അതിലും ചെറിയ സ്പൂണായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മധുരം ചേർക്കാം കേട്ടോ. കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അപ്പം ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വെള്ളം കുടിക്കുകയാണ്. കാരണം ഈ അപ്പത്തിൻ്റെ ഇത് കണ്ടപ്പോഴേക്കും ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഒരു വലിയൊരു ഗ്ലാസ്സല്ല, ഒരു കുഞ്ഞു കപ്പുണ്ട്, അതിൽ നിറയെ വെള്ളം കുടിക്കണതാണ്. അതൊക്കെ മറന്നുപോയി. ഈ അപ്പത്തിൻ്റെ മാവും ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രി നമ്മൾ ഇതുപോലെ വെച്ചിട്ട് രാത്രി ഞാൻ അടുക്കളയിൽ വരുമ്പോൾ ആദ്യം നോക്കുന്നത് അങ്ങടായിരിക്കും. ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും ആദ്യം നോക്കുക കേട്ടോ. മിക്കവരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണേ. പിന്നെ ഇതാ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ അപ്പം കല്ലപ്പം എന്നാണ് ഇതിനെ പറയണേ. ഞാൻ ഈ പേര് എനിക്ക് കിട്ടിയത് തലയോലപ്പറമ്പിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ, പുഴയോരം എന്ന് പറഞ്ഞിട്ട്. അവിടെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഷൈജേൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയായിരുന്നു. ഒരാളുടെ ട്രീറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ കല്ലപ്പം എന്ന് കണ്ടപ്പോൾ അതെന്താണാവോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അവിടുത്തെ കല്ലപ്പം ബീഫ് റോസ്റ്റും ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ്, ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ അമ്മ ഇത് എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്, ഉള്ളി ഈ ജീരകമൊക്കെ ഇട്ടിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ അത് തന്നെയായിരുന്നു. കുറേ ചേച്ചിമാരാണ് ഇത് നടത്തണത്. നല്ല ടേസ്റ്റി ഫുഡാണ് അവിടുത്തെ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഈ പേര് കിട്ടിയത് കേട്ടോ. നമ്മൾ സാധാരണ അപ്പം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇത് ഒഴിച്ചിട്ട് ഒരുപാട് പരത്തരുത്, ജസ്റ്റ് ഒന്ന് ആ തവി കൊണ്ട് ഒന്ന് തൊട്ട് കൊടുക്കുമ്പോഴേക്കും ഒന്ന് പയ്യെ ഒന്ന് ഇതാവും, അത്രയും മതി. പിന്നെ ഈ കിലുക്കം കേൾക്കണേ പാറുക്കുട്ടിയുടെ പാദസരത്തിൻ്റെ കിലുക്കാണ് കേട്ടോ. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് അവളെൻ്റെ അടുത്തിരുന്ന് അനങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദോശക്കല്ലിൽ തന്നെ ഉണ്ടാക്കണ കാരണം വേഗം ആവണ്ട കേട്ടോ. അപ്പച്ചട്ടിയും സാധാരണ ഇരുമ്പിൻ്റെ തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഈ ഇരുമ്പിൻ്റെ പാത്രങ്ങളിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, അത് പറയാതെ വയ്യ. കാരണം എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തലേദിവസം ഉണ്ടാക്കിയ കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ വലിയ തിരക്കുണ്ടാവുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കടലക്കറി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വറുത്തരച്ചിട്ട് ഉണ്ടാക്കിയ കടലക്കറി കേട്ടോ. ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങ വറുത്ത് വയ്ക്കുന്നത്, തേങ്ങയും കുറച്ച് കരിവേപ്പിലയും കൂടെ കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് അതങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നമുക്കത് ഫ്രിഡ്ജിൽ കേടാവാതെ ഇരുന്നോളും. ഇതുപോലെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം. മടി കൂടാതെ നമ്മളിങ്ങനത്തെ കറികൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നമ്മുടെ തലേദിവസം രാത്രിയൊക്കെ ആയിട്ട് കഴുകി വെച്ചേക്കണ പാത്രങ്ങളുണ്ടല്ലോ, അത് എടുത്ത് വയ്ക്കുക എന്നുള്ളത് നല്ലൊരു പണിയാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിയുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ അതിന് മുന്നേ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാത്രങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്കൊന്ന് എടുത്തു വയ്ക്കും.
അപ്പം തന്നെ നമ്മുടെ പകുതി പണി ഒതുങ്ങും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് നോക്കുന്ന പാത്രം അതിൻ്റെ ഉള്ളിലായിരിക്കും ഇരിക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ അത്യാവശ്യം ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെക്കാൻ കേട്ടോ. കഴുകി ആ ട്രേയിൽ തന്നെ കൊണ്ടുപോയി ബാൽക്കണിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വെയിലും കാറ്റും ഒക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. നല്ലൊരു സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ആ വെയിൽ കൊണ്ട് ഉണങ്ങുമ്പോഴേക്കും നല്ലതല്ലേ. അപ്പോൾ എപ്പോഴും ഞാനങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പാറു എഴുന്നേറ്റിട്ടില്ല കേട്ടോ. പാറു എഴുന്നേറ്റെങ്കിൽ ഇപ്പോൾ കണ്ടേനെ. പാറു ഇന്ന് എന്താണെന്ന് അറിയില്ല, നന്നായിട്ട് കുറേ നേരം കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പമൊക്കെ വിളമ്പാട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഞാനിതിൽ കപ്പി കാച്ചിയൊന്നുമില്ല. ഞാനിപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഇങ്ങനെ കപ്പി കാച്ചിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. കപ്പി കാച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് മാവെടുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ലൂസാക്കിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് കുറുക്കിയെടുക്കും. അപ്പം അത് തന്നെയാണ് അങ്ങനെ കപ്പി കാച്ചി എന്നാണ് എല്ലാവരും പറയണതെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ പറയണേ. അങ്ങനെ അപ്പവും കറിയുമൊക്കെ വിളമ്പി ഞാനും ഷൈജേട്ടനും കൂടെ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ടി വി വെക്കും. ഷൈജേട്ടൻ കഴിക്കുന്ന സമയത്ത് ന്യൂസ് കാണുന്ന ആ സമയത്താണ് രാവിലെ. രാവിലത്തെ ന്യൂസൊക്കെ അത്യാവശ്യം ഒന്ന് കേട്ടിട്ടൊക്കെയാണ് ഷൈജേട്ടൻ പോവുക. കാരണം പേപ്പർ വായിക്കാനൊന്നും സമയമില്ല ഇവിടെ. ഇപ്പോൾ പേപ്പറും വരുത്തണില്ല കേട്ടോ, ന്യൂസ് പേപ്പർ വരുത്തണേ ഇല്ല ഇവിടെ. അപ്പോൾ എന്തായാലും ന്യൂസൊക്കെ ഇങ്ങനെ തന്നെയാണ് അറിയുക. പിന്നെ എപ്പോഴും രാത്രി വന്നാലും ന്യൂസൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കും. അങ്ങനെ വെക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഞാനും എന്താണ് നടക്കണേ നാട്ടിൽ എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എന്താ, ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10-10:30 ആകുമ്പോഴേക്കും നമുക്കൊന്നും പുറത്ത് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇത്തിരി മീനിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയതാട്ടോ മീൻ. അയിലയാണ്. അപ്പോൾ ഏകദേശം 1 കിലോയോളം ഉണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്താണ് കിട്ടിയത്. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മീൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. നമുക്ക് ചെന്നൈയിൽ എല്ലായിടത്തും അവർ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലാണ് അവർ രാവിലെ മീൻ എന്തൊക്കെയാണുള്ളത് അതിൻ്റെ വിലയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ അപ്ഡേഷൻ ഇടും. അപ്പോൾ നമുക്ക് ആ വില നോക്കിയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് ആ മീൻ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കുള്ളിലായിട്ട് എത്തുള്ളൂ. ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് അവർ കൊണ്ടുവന്ന് തരും, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ ഞാൻ ആ മീൻകറി വെക്കുകയാണ്, അയിലക്കറി വെക്കുകയാണ്. ഞാൻ ആദ്യം മാങ്ങയിട്ട് വെക്കാമെന്നൊക്കെയാണ് തലേദിവസം പ്ലാൻ ചെയ്തത്. പക്ഷേ പിറ്റേ ദിവസം അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചേയില്ല. ഇവിടെ മാങ്ങ കിട്ടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ആലോചനയെ പോയില്ല. ഒരു മാങ്ങ വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു, പച്ചമാങ്ങ. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലത്തെ മാങ്ങയല്ല, ഒരു സേലം മാങ്ങ പോലത്തെ നീളം മാങ്ങ ഇവിടെ കിട്ടണേ. പക്ഷേ അതിന് വലിയ പുളിയും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മീൻകറി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു മീൻകറി കേട്ടോ. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും അടുത്ത അധികം വൈകാതെയുള്ളൊരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. നല്ല ടേസ്റ്റിയുമാണ്. അതുപോലെ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള മീൻകറിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചു മീൻ. ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്ത സമയത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ നോക്കി ഞാൻ കഴുകി വെച്ച മീൻ കഷ്ണങ്ങളൊക്കെ ഇടുവാണ്. മീനൊക്കെ ഇടുമ്പോൾ എപ്പോഴും ശരിക്കും നന്നായിട്ട് തിളച്ചിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ മീൻ. അല്ലെങ്കിൽ ആ പച്ച അതിൽ കിടന്ന് തിളക്കുന്നതിനേക്കാളും നന്നായിട്ട് വെട്ടി തിളക്കുന്ന ആ ഇതിൽ മീൻ കറിയിലേക്ക് ഇടുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അങ്ങനെ എല്ലാം മീനും ഇട്ട് കൊടുത്തു. ഞാൻ പുളി ഇട്ടാണ് കേട്ടോ മീൻ വയ്ക്കണേ, കുടംപുളി. എപ്പോഴും നമ്മൾ വാളംപുളി ഉപയോഗിക്കാറില്ല, കുടംപുളി തന്നെയാണ്. എറണാകുളം, കോട്ടയം ആ ഭാഗത്തൊക്കെ മിക്കവാറും കുടംപുളി തന്നെയാണ് ഉപയോഗിക്കുക. വാളംപുളി വളരെ വിരളായിട്ടുള്ളതാണ് ഉപയോഗിക്കുക. പിന്നെയും വിനീഗർ ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ ചൊർക്കയില്ലേ, അതിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാറുണ്ട്. അത് കൊച്ചി ഭാഗത്തുള്ളൊരു കറിയാണ്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. പിന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ മൂടി വെച്ചിട്ട് ഇനി മീൻ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് വറക്കാനായിട്ടുള്ള കഷ്ണങ്ങളിൽ മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പെരുംജീരകം പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരിത്തിരി വിനീഗർ ഇട്ടിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ്, ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യണേ കേട്ടോ. വെള്ളം ഞാൻ ഒഴിക്കാറില്ല. ചിലപ്പോൾ വിനീഗറിന് പകരം നാരങ്ങാനീര് ഒഴിക്കും, വളരെ കുറച്ചിട്ടോ.
പിന്നെ മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുക. അതായത് ഇങ്ങനെ ശരിക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കുക. നമ്മൾ വരഞ്ഞു കൊടുത്ത ആ ഭാഗത്തും ഒക്കെ ഉള്ളിലേക്കും ഒക്കെ ഇങ്ങനെ ശരിക്കൊന്ന് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ പുകയൊക്കെ ചെയ്യും കേട്ടോ. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പുകയും. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, അമ്മേൻ്റെ അടുത്ത് പറയാം, അതിന് എന്തിനാണ് സ്പൂണ് കൈ കൊണ്ട് ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. ഞാൻ പറയും, അയ്യോ എനിക്ക് കൈ പുകഞ്ഞിട്ട് വയ്യാന്ന് പറഞ്ഞ് ഞാൻ ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചതോടുകൂടി ഞാൻ ആ പരിപാടി നിർത്തിയിട്ടോ. പിന്നെ പല പ്രാവശ്യം ഇങ്ങനെ ചെയ്തൊക്കെ ആട്ടോ എൻ്റെ കൈയും അങ്ങനെ പുകയാത്ത രീതിയിലൊക്കെ ആയത്. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വന്നപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. കറി അതായത് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് കേട്ടോ. എന്നിട്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.